വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ നടത്തിപ്പ് കമ്പനിയായ AVPPLന്റെ ഓഹരി വിൽപ്പനയെക്കുറിച്ച് CPIM മുഖപത്രമായ ദേശാഭിമാനിയിൽ വാർത്ത വന്നത് ഒരു മാസം മുൻപാണ്. ജൂൺ 5-ന് പ്രസിദ്ധീകരിച്ച പത്രത്തിലാണ് MSCയുമായി നടത്താൻ ഉദ്ദേശിക്കുന്ന ഓഹരി കൈമാറ്റത്തെ പുകഴ്ത്തിയുള്ള വാർത്ത വന്നത്. ഓഹരി വിൽക്കുന്നത് സംബന്ധിച്ച വിവരം അദാനി ഗ്രൂപ്പ് പുറത്തുവിട്ടത് ജൂൺ 30-നായിരുന്നു. വിഴിഞ്ഞം തുറമുഖത്തെ ഓഹരി കൈമാറ്റം ആലോചിച്ചുറപ്പിച്ച കച്ചവടമെന്ന് പ്രതിപക്ഷ നേതാവും CPM-ഉം ആരോപണമുയർത്തുകയാണ്. ഗുരുതര കരാർ ലംഘനമെന്നാണ് നേതാക്കൾ ആഞ്ഞടിച്ചത്. ഇതെല്ലാം ജൂൺ 30-ന് അദാനി ഗ്രൂപ്പ് ഓഹരി വിൽപ്പന പരസ്യപ്പെടുത്തിയ ശേഷമുള്ള അംഗമായിരുന്നു. പക്ഷേ അതിന് മുമ്പത്തെ നിലപാടറിയണമെങ്കിൽ പാർട്ടി മുഖപത്രം ഒന്ന് തിരഞ്ഞാൽ മതി. ജൂൺ 5-ലെ ദേശാഭിമാനി പത്രം, അതിന്റെ ഈ പകർപ്പാണിത്. പേജ് 2-ലേക്ക് കടന്നാൽ തലക്കെട്ട് വായിക്കുക. വിഴിഞ്ഞത്ത് വരും MSC ടെർമിനൽ, ഓഹരി വാങ്ങാനുള്ള ചർച്ച വേഗത്തിലാക്കി. ഇനി വാർത്തയുടെ പൂർണ്ണ രൂപത്തിലേക്ക് കടന്നാലോ? ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയായ MSC വിഴിഞ്ഞത്തെ 49% വരെ ഓഹരി വാങ്ങിയേക്കുമെന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അദാനി ഗ്രൂപ്പ് ചുമ്മാ ഇതെല്ലാം അങ്ങോട്ട് വിൽക്കുന്നതല്ല. സംസ്ഥാന സർക്കാരുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരം ഇതിനൊക്കെ അവകാശമുണ്ടെന്ന് പത്രത്തിലുണ്ട്. വിഴിഞ്ഞത്ത് ചരക്ക് നീക്കം ആരംഭിച്ച ശേഷം എത്തിയ 964 കപ്പലുകളിൽ 3 ഒഴികെ ബാക്കിയെല്ലാം MSCയുടെ കപ്പലാണെന്നും 1000-ാമത്തെ കപ്പലും ഈ മാസം തന്നെ എത്തുമെന്നും പത്രത്തിൽ കൃത്യമായി അച്ചടിച്ചിട്ടുണ്ട്. ഓഹരി വിൽപ്പനയ്ക്കെതിരെ ഉറഞ്ഞു തുള്ളുന്ന CPM ദേശാഭിമാനിയിൽ വാർത്ത വന്നത് അറിഞ്ഞില്ലേ, അതോ ബോധപൂർവം മറക്കുന്നതോ? തിരുവനന്തപുരത്ത് നിന്ന് RB സനു, മീഡിയ 1.